ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്നത്തെ ഒരു വീഡിയോ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും വാഹനം പഠിക്കുന്ന പുരുഷന്മാർക്കും ഈ ഒരു വീഡിയോ ഗുണമാകും. എന്നാലും സ്ത്രീകൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ കാർ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഒരുപാട് പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഏകദേശമൊക്കെ ഐഡിയ ഉണ്ട്, പക്ഷെങ്കിൽ വണ്ടി ഓടിക്കാനായിട്ട് അമിതമായിട്ടുള്ള പേടിയാണ്, വണ്ടി നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയുന്നില്ല. പലപ്പോഴും വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പൊതുവായിട്ട് സ്ത്രീകൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ പരിഹരിക്കാം, ഒപ്പം നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പേടി എങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് കാർ ഡ്രൈവ് ചെയ്യുമ്പോഴുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ആശങ്കകളും പേടിയും പൂർണ്ണമായിട്ട് മാറാനായിട്ട് നിങ്ങൾ എന്താണ് ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ചെരുപ്പ് യൂസ് ചെയ്യുമ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നിങ്ങൾ കനം കുറഞ്ഞ ചെരുപ്പിട്ട് ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഒരു കാരണവശാലും ചെരുപ്പ് ഒഴിവാക്കിയിട്ടുള്ള ഡ്രൈവിംഗ് രീതികൾ നിങ്ങൾ തുടക്കത്തിൽ ചെയ്യാതിരിക്കുക. കാരണം ചെരുപ്പ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുന്നതെങ്കിൽ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ലൈസൻസ് എടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് പറയും ചെരുപ്പില്ലാതെ ഡ്രൈവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ശരിയാകത്തുള്ളൂ എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ കനം കുറഞ്ഞ ചെരുപ്പിടുക. കനം കുറഞ്ഞ ചെരുപ്പിടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ക്ലച്ചിൽ നിന്ന് എത്ര കാലയക്കുമ്പോൾ വണ്ടി നീങ്ങുന്നു ആ പോയിൻ്റൊക്കെ കൃത്യമായിട്ട് നമ്മളുടെ ഇടത്തെ കാലയിൽ സെൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ചെരുപ്പ് കനം കുറഞ്ഞ ചെരുപ്പ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുമ്പോഴും നമുക്ക് കൃത്യമായിട്ടും എത്ര ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ട് എന്ന് നമ്മളുടെ വലത്തെ കാല് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അതിന് നിങ്ങൾ കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ചെരുപ്പ് ഡ്രൈവിങ്ങിൽ നിങ്ങൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ വണ്ടി ഏത് സൈഡിൽ നിന്നാണ് നമ്മൾ വാഹനം എടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിക്കാം. ഇവിടെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ ഒട്ടുമിക്ക ആൾക്കാരും അല്ലെങ്കിൽ വണ്ടി പഠിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ആദ്യം ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് ഇതേ ഇങ്ങനെ കാല് വെച്ച് വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ഇതേ ബ്രേക്കേ കാല് വെക്കത്തില്ല, ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്. കാരണം നമ്മളിപ്പോൾ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്കിലും ഒപ്പം തന്നെ വണ്ടി ഗിയറിലും കിടക്കുന്നത് കൊണ്ട് വണ്ടി ബാക്കിലേക്ക് റോൾ ആകത്തില്ല. കാരണം ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി കിടക്കുന്നതുകൊണ്ട് വണ്ടി ഉരുണ്ടു പോകത്തില്ല. പക്ഷെങ്കിൽ നമ്മൾ ഒരു കയറ്റത്തൊക്കെ കിടക്കുന്നു, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ക്ലച്ച് ചവിട്ടുന്നതെങ്കിൽ ഹാൻഡ് ബ്രേക്കിന് പിടുത്തം കുറവാണെങ്കിൽ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകും. അപ്പം അത് ഒഴിവാക്കണം. അതാണ് ആദ്യത്തെ മിസ്റ്റേക്ക്. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്പർ 1 ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ വലത്തെ കാലെടുത്ത് ബ്രേക്കിൽ വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, വലത്തെ കാലെടുത്ത് ബ്രേക്കിൽ വെച്ചതിന് ശേഷം മാത്രമേ ക്ലച്ച് ഫുള്ള് പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടാമത് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, വണ്ടിയുടെ കീ ജസ്റ്റ് ഓൺ ആക്കുക. ഓൺ ആയതിനു ശേഷം ഒരു 3-4 സെക്കൻഡിന് ശേഷം മാത്രമേ വണ്ടിയുടെ കീ സ്റ്റാർട്ടിങ്ങിലേക്ക് വരാൻ പാടുള്ളൂ. കാരണം വണ്ടി ഒരു ഓൺ ആകുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് എത്തണം. അതിന് മുന്നേ നിങ്ങൾ ഒറ്റയടിക്ക് തിരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത്. ഓക്കെ, ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കീ ജസ്റ്റ് ഒറ്റ തിരിവ് തിരിക്കുക. സ്റ്റാർട്ടായാൽ ഉടൻ തന്നെ കീയിൽ നിന്ന് കൈ എടുത്തേക്കുക. പലരും എന്ത് ചെയ്യും, കീ തിരിച്ചു പിടിക്കും. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. സ്റ്റാർട്ടായാൽ ഉടൻ തന്നെ കീയിൽ നിന്ന് കൈ എടുത്തേക്കുക, ഇല്ലെങ്കിൽ വണ്ടിയുടെ സ്റ്റാർട്ടറിന് കംപ്ലൈൻറ്റ് ഉണ്ടാകും. ഓക്കെ, ഇപ്പം ഞാനിത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വാഹനം സ്റ്റാർട്ടായി. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വണ്ടി കിടക്കുന്ന പൊസിഷൻ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വണ്ടി എടുക്കുക. ഇപ്പോൾ നമ്മുടെ വണ്ടി കിടക്കുന്നത് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ഞാൻ വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാനാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എൻ്റെ ലെഫ്റ്റ് മിററിലൂടെ കൃത്യമായിട്ട് വണ്ടിയുടെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ലെഫ്റ്റ് മിറർ നോക്കുക. സെൻറ്റർ മിററും കൂടെ നോക്കിയിട്ട് വേണം
നമ്മൾ വാഹനം മുന്നോട്ടെടുക്കാൻ. ഇനി നമ്മുടെ വണ്ടി കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്താണ് കിടക്കുന്നതെങ്കിലോ, പാർക്ക് ചെയ്താണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ജസ്റ്റ് റൈറ്റ് സൈഡിലെ മിറർ നോക്കുക. കാരണം നമ്മുടെ വണ്ടി ഇടത്തെ സൈഡിൽ പാർക്ക് ചെയ്താണ് കിടക്കുന്നത്. അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തെ അറിയാനായിട്ട് റൈറ്റ് സൈഡിലെ മിറർ നോക്കി സെൻറ്റർ മിററും കൂടെ നോക്കിയിട്ട് വേണം നമ്മളൊരു വാഹനത്തെ മുന്നോട്ട് എടുക്കാനായിട്ട്. അപ്പം വണ്ടി എടുക്കുന്ന സമയത്ത് ഈ കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് ഓർക്കുക. ഓക്കെ, ഇനി കോമൺ ആയിട്ട് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് എന്താണ്, കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് വാഹനം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റ് ഗിയർ പ്രോപ്പറായിട്ട് കൊടുത്തിരിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുക. അപ്പം ഗിയറും ഇട്ടതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഓഫ് ആക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വണ്ടി എടുത്ത് നോക്കാം. ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പം നമുക്കിനി പേടിക്കാതെ എടുക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെഫ്റ്റ് മിറർ നോക്കുക, സെൻറ്റർ മിറർ നോക്കുക, വണ്ടി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് എടുത്ത് പോകാതിരിക്കുക. ഒറ്റയടിക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് സ്പീഡ് കൂടിയിട്ട് ഒരു സൈഡിലേക്ക് നമ്മുടെ വണ്ടി പോകും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ എൻ്റെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പ്രോപ്പറായിട്ട് വന്നു, വണ്ടി മൂവ് ആകുന്ന പോയിന്റ് വന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്തിട്ട് സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് തിരിച്ച് വണ്ടി എടുക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചെടുത്തു. എന്നിട്ട് വണ്ടി ഒന്ന് സ്ലോ ചെയ്യുന്നു. നിങ്ങൾ നോക്കുക, എന്നിട്ട് വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ഒന്ന് സ്ലോ ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഞാൻ ലെഫ്റ്റ് മിറർ നോക്കുന്നു. അതിനുശേഷം സെൻറ്റർ മിററും കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് ഒന്ന് നേരെയാക്കി കൊടുക്കുന്നു. ഓക്കെ, ഒന്നും കൂടെ നിർത്തിയിട്ട് വീണ്ടും എടുക്കണം. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തെടുക്കുന്നു. അപ്പം നമുക്കിതേ അവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ ചവിട്ടി നിർത്തിയിട്ട് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് വണ്ടി പേടിക്കാതെ എടുക്കാൻ കഴിയും. ഒറ്റയടിക്ക് ഉള്ള എടുപ്പ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ വണ്ടിയായിട്ട് ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. ഇനി നമുക്ക് മൂവ് ആക്കിയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇനി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു വണ്ടി നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എടുത്താൽ ഇനി സെക്കൻഡ് ഗിയർ ഒരു ബിഗിനർ ഓടിക്കുന്ന സമയത്ത് ഇടേണ്ടത് നിങ്ങൾ ഇത്രയേ ഉള്ളൂ. പരമാവധി നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് റോഡ് വന്നിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. അതുവരെ നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോവുക. അപ്പോൾ നമുക്ക് പേടിയില്ലാതെ ഓടിക്കാൻ കഴിയും. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ സെക്കൻഡ് ഗിയർ ഇടാനായിട്ടുള്ള ഒരു കോൺഫിഡൻറ്റ് ഡ്രൈവിങ്ങിൽ വരുന്നത്, ആ സാഹചര്യത്തിൽ മാത്രം നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെ തന്നെ ഓടിച്ച് കാണിക്കും. ഇപ്പം ഞാനിങ്ങനെ ഫസ്റ്റ് ഗിയർ വരികയാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് കുറച്ച് പിള്ളേർ വരുന്നുണ്ട്. ഇവിടെ റോഡിന് സ്പേസ് കുറവാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി ഞാൻ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോകുന്നു. ഇപ്പം ആളും തിരക്കും എല്ലാം ഒഴിവായി. ഇനി എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കണം സെക്കൻഡ് ഇടണമെന്ന്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ജസ്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത്, അതായത് ഇനി ഓരോ ഗിയർ ഇടുമ്പോൾ ഒരു പൊടിക്ക് ആക്സിലറേഷൻ കൂടുതലായിട്ട് കൊടുത്ത് വണ്ടിക്കൊന്ന് മൂവ് ആക്കുക. ഇതേ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്കൊന്ന് മൂവ് ആക്കുന്നു. എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക. എന്നിട്ട് ഫുൾ ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. ഇടുന്ന സമയത്ത് നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരമാവധി ഗിയർ ലിവറിലേക്ക് നോക്കാതെ നോട്ടം റോഡിലേക്കാകുക. അപ്പം ഞാനിപ്പോൾ വണ്ടി എടുത്ത സമയത്ത് സെക്കൻഡ് ഗിയറിലെടുത്തു. കുറച്ച് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ടാണ് സെക്കൻഡ് ഗിയറിലേക്ക്. ഇപ്പം ഞാൻ വണ്ടി ഓടിച്ച സമയത്ത് സെക്കൻഡ് ഗിയർ കൊടുത്തത് കുറച്ച് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ടാണ്. അപ്പോൾ അങ്ങനെ മൂവ്മെൻറ്റ്സ് നൽകിയാൽ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനറിനുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, മൂവ്മെൻറ്റ്സ് കുറച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആക്സിലറേഷൻ ഒന്ന് അയച്ചു കൊടുത്താലും കുറേയധികം സമയം നമ്മുടെ വണ്ടി റൺ ചെയ്യും. ആ സമയത്ത് നമുക്ക് പതുക്കെ ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ ഇടാനായിട്ടുള്ള ഒരു ടൈം കിട്ടും. ധൃതി പിടിച്ച് ഗിയർ ഇടണ്ടേ. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ എടുത്തു. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ് ആക്കി. എന്നിട്ട് ആക്സിലറേഷൻ കുറച്ചു. ഇപ്പം നിങ്ങൾ നോക്കി വണ്ടി ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് പതുക്കെ ഇതുപോലെ ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് ഇതുപോലെ തേർഡ് ഗിയർ ഇടാം. എന്നിട്ട് പതുക്കെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ആക്സിലറേഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു ടൈം കിട്ടും. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ തേർഡ് ഗിയർ വരികയാണ്. ഇനി ഒരു ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അഡ്വാൻസ് ഡൗൺ ചെയ്യാനായിട്ട് പഠിക്കണം. അഡ്വാൻസ് ഡൗൺ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് മുന്നിലൊരു കുഴിയോ ഹമ്പോ വളവോ തിരിവോ കാണുമ്പോൾ ആ വളവിൻ്റെ അടുത്ത് വന്ന് ഗിയർ നിങ്ങൾ ഡൗൺ ചെയ്യാതെ കുറച്ച് നേരത്തെ ആ ഒരു ഗിയർ ഡൗൺ ചെയ്ത്, ഇപ്പോൾ നമ്മൾ തേർഡ് ഗിയറിലാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ടോർക്ക് കൂടിയ അല്ലെങ്കിൽ പവർ കൂടിയ ഒരു ഗിയറിലേക്ക് നമ്മൾ താഴ്ത്തി ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് വണ്ടി ഓഫ് ആകാതെ കൊണ്ടുപോകാൻ കഴിയും. അപ്പം അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കും. ഇപ്പോൾ ഞാൻ അഡ്വാൻസ് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡ്രൈവിങ്ങിൽ കോൺഫിഡൻറ്റ് നൽകുന്നത് ഒരു ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറുമായിരിക്കും തുടക്കക്കാരെ സംബന്ധിച്ച്. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ സെക്കൻഡ് ഗിയറിൽ ചെറിയ കയറ്റങ്ങളൊക്കെ കയറി ഇത്തരത്തിൽ സാവധാനത്തിൽ ഓടിച്ചു പോവുക. ഓക്കെ, ഇനി നിങ്ങൾ തേർഡ് ഗിയർ എപ്പോഴാണ് ഇടേണ്ടത്? തേർഡ് ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല സ്ട്രെയിറ്റ് റോഡ് വരിക. ഇപ്പം നിങ്ങൾ നോക്കിയേ, നല്ലൊരു സ്ട്രെയിറ്റ് റോഡ് വന്നു. ഇവിടെ നമ്മൾ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക. എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക, നോട്ടം റോഡിലായിരിക്കുക, ക്ലച്ച് ചവിട്ടി പിടിക്കുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു
ഒരു കൈ കൊണ്ട് നമ്മളിത് ഇതുപോലെ സിമ്പിളായിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുക. എന്നിട്ട് ഇത് തേർഡ് ഗിയർ ഇട്ട് കൊടുക്കുക, ക്ലച്ച് നയിക്കുക. നിങ്ങൾ നോക്കി എത്ര സമയം കൊണ്ടാണ് ഞാൻ തേർഡ് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് നിന്ന് കാല് റിലീസ് ചെയ്തത്. അപ്പോൾ അത്രയധികം സമയം നമുക്കൊരു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി കഴിഞ്ഞാൽ അടുത്തൊരു ഗിയർ ഇടാനായിട്ട് കിട്ടും. നിങ്ങൾക്ക് സാവധാനം ധൃതി പിടിക്കാതെ ഗിയർ ഇടാൻ കഴിയും. ഓക്കെ, ഇനി തേർഡ് ഗിയർ പോകുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ തേർഡ് ഗിയർ പോകുന്ന സമയത്ത് ഇത് അവിടെ ഒരു വളവും കയറ്റമാണെന്നുള്ളത് എനിക്ക് ഇവിടെ അറിയാം. അപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്തും റോഡിനെ അങ്ങനെ മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, കുറച്ച് നേരത്തെ തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കണം. ഇതേ കുറച്ച് നേരത്തെ ഞാൻ തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുത്തു. ഇനി നമുക്ക് ഈ കയറ്റോ വളവോ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ജസ്റ്റ് ക്ലച്ചും കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഈ കയറ്റം കയറാം. ഓക്കെ, ഇനി ഇവിടെ കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് മനസ്സിലായാൽ ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യണം, വണ്ടി റണ്ണിങ് നിൽക്കുകയാണ്. നിങ്ങൾ നോക്കി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് പതിയെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ച് എന്ന് കാലയക്കുക. എന്നിട്ട് കയറ്റം കയറുമ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഇങ്ങനെ കയറുക. അപ്പം നേരത്തെ അവിടുന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്തത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണ്, നമുക്ക് ഈ കയറ്റം കയറുന്ന സമയത്ത് കയറ്റത്തിന് നടുവിലൊന്നും വന്ന് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ തന്നെ നമുക്ക് ഇട്ടത് കൊണ്ട് ഈസി ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ഓർക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മറ്റൊരു പേടി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു പേടിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പേടി മാത്രമാണ്. കാരണം നമ്മളൊരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തുടക്കക്കാരെ സംബന്ധിച്ച് എന്താണെങ്കിലും നമ്മുടെ വണ്ടി റോഡിൽ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വെളിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അത് സർവ്വസാധാരണമാണ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത്. ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, ഡെയിലി വണ്ടി ഓടിക്കുക. ഡെയിലി വണ്ടി ഓടിക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു പ്രോബ്ലം തീർച്ചയായിട്ടും പരിഹരിക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പം നിങ്ങൾ അതിന് ചെയ്യേണ്ടത് പരമാവധി വേഗത കുറച്ച് ഓടിക്കുക. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. അപ്പം ഇത് സെക്കൻഡ് ഗിയർ പോകുന്നു, റോഡ് സ്ട്രൈറ്റ് ആയി തേർഡ് ഗിയറിലേക്ക് ഇട്ടു. തേർഡ് ഗിയറിൽ ഇട്ടാലും ഒരു പരിധിക്കപ്പുറം ഞാനിവിടെ ആക്സിലറേഷൻ കൊടുക്കില്ല. പതിയുള്ള ഒരു ആക്സിലറേഷനാണ് തേർഡ് ഗിയറിലും കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി ഒരു പരിധിക്കപ്പുറം സ്പീഡിലേക്ക് പോകത്തുമില്ല. അപ്പോൾ എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ പ്രോപ്പറായിട്ട് കിട്ടും. നമ്മുടെ വണ്ടി റോഡിൻ്റെ വെളിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളും കുറവാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. ഇനി ലെഫ്റ്റ് സൈഡ് മനസ്സിലാക്കാനായിട്ട് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ സ്റ്റിയറിംഗ് വീൽ മുതൽ ഏകദേശം ഈ ഒരു ഭാഗം നിങ്ങളിങ്ങനെ ദീർഘദൂരം നോക്കുക. ഇതിൻ്റെ വെളിയിൽ സൈഡിലാണ് ഓപ്പോസിറ്റുള്ള വണ്ടികളുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി തട്ടത്തില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. എൻ്റെ ഈ കൈയുടെ വെളിയിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി തട്ടത്തില്ല. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നോക്കുമ്പോൾ എൻ്റെ ഈ കൈയുടെ വെളിയിലായിരിക്കണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുള്ളത്. അതെങ്കിൽ നമ്മുടെ വണ്ടി പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇനി പ്രധാനമായിട്ട് ഓർക്കുക. ഇനി നിങ്ങൾക്ക് പേടി ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ്, വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് എവിടെയെങ്കിലും വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി എടുക്കാനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല. അപ്പം ഇത് നിങ്ങൾക്ക് എങ്ങനെ പരിഹരിക്കാം, അതിനുള്ള ഒരു മാർഗ്ഗം ഞാൻ പറയാം. ചില ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വണ്ടി നിരപ്പ് റോഡിൽ എടുക്കാനായിട്ട് അറിയാം, അല്ലെങ്കിൽ കയറ്റത്ത് എടുക്കാനായിട്ട് അറിയാം. പക്ഷേങ്കിൽ വണ്ടി ഓടിച്ചു പോയി എവിടെയെങ്കിലും നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വണ്ടി എടുക്കാനായിട്ട് കഴിയാതെ വരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണ്? അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ഒരു പേടിയാണ്. ആ പേടി നമുക്ക് വരുമ്പോൾ പിന്നീട് നമ്മുടെ ശ്രദ്ധ ഇല്ലാതെ പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ട് അറിയാവുന്ന ഒരാളാണെന്ന് കരുതുക. അപ്പം നിങ്ങൾ വണ്ടി നോർമലായിട്ട് ഒരു വണ്ടി നിർത്തി പഠിക്കുന്ന സമയത്ത് കയറ്റത്ത് എടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഓടിച്ചു പോകുന്നു, ഇത്തരത്തിലുള്ള ഒരു കയറ്റത്ത് വരുമ്പോൾ വണ്ടി അങ്ങ് നിന്നു പോകുന്നു. ഈ സമയത്ത് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു വെപ്രാളമാണ്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം മറന്നു പോകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു പ്രോബ്ലം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഡ്രൈവിങ്ങിൽ കോൺഫിഡൻറ്റോടെ നിൽക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ വണ്ടി എടുക്കാൻ കഴിയും. ഇപ്പം ഞാനതൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പം ഞാനിങ്ങനെ വണ്ടിയായിട്ട് വന്നു, ഇവിടെ വണ്ടി അങ്ങ് നിന്നുപോയി. ഇപ്പം നിന്ന് പോകുന്ന സമയത്ത് ഒരു ബിഗിനർ പിന്നെ ചെയ്യുന്നതാണ് ക്ലച്ചേ നയിച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കാൻ നോക്കും. പക്ഷേങ്കിൽ ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ വന്ന് നമ്മുടെ വണ്ടി നിന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏത് ഗിയറിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നതെന്ന് നോക്കുക. ഇപ്പോൾ സെക്കൻഡിലാണ്. പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ഇനി എന്താണ് ചെയ്യേണ്ടത്? വണ്ടി കയറ്റത്ത് എടുക്കണം. അതിന് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ആദ്യം ബ്രേക്കിൽ പ്രോപ്പറായിട്ട് ചവിട്ടി പിടിച്ചിട്ട് പതിയെ സാവധാനത്തിൽ ടൈം എടുത്ത് ഹാഫ് ക്ലച്ചിന് പോയിന്റ് കണ്ടുപിടിക്കുക. പുറകിൽ ആൾക്കാരോ വണ്ടിയോ ഉണ്ടെങ്കിൽ പേടിക്കണം. നിങ്ങൾ ധൈര്യമായിട്ട് അത് ശ്രമിച്ചു നോക്കുക. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക. എന്നിട്ട് എന്ത് ചെയ്യണം? ബ്രേക്കിൽ നിന്ന് പതിയെ കാലം ഒന്ന് അയച്ചു നോക്കുക. അയച്ചു നോക്കുമ്പോൾ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നുണ്ടെന്ന് തോന്നിയാൽ വീണ്ടും കുറച്ചും കൂടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മുടെ വണ്ടി വരാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ
പറ്റും. എന്നിട്ട് വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരിക. എന്നിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇതുപോലെ പതുക്കെ സാവധാനത്തെ ശ്രദ്ധിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി എടുക്കാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അമിതമായിട്ടുള്ള പേടിയാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം കൂടെ തേടുക. എങ്ങനെ? ഹാൻഡ് ബ്രേക്ക് ഇത് ഇങ്ങനെ വലിച്ചു പിടിക്കുക, ഈ ബട്ടനെ ഞെക്കി പിടിച്ചിട്ട് വലിച്ച് മേളിലേക്ക് പിടിച്ചേക്കുക. എന്നിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് ധൈര്യമായിട്ട് കാലങ്ങ് എടുക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകില്ല. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പ്രോപ്പറായിട്ട് വരുന്നു. ആക്സിലറേഷൻ ഇവിടെ മുന്നോട്ട് കൊടുത്തു പിടിക്കുക. അപ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് ഇങ്ങനെ പ്രതീതി കാണിക്കും. പക്ഷേ ഇങ്ങനെ നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി നീങ്ങത്തില്ല. അതിൻ്റെ കാര്യം എന്താണ്? ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുത്തു പിടിച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊന്ന് പ്രയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പേടിയൊക്കെ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും മാറും. അതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.